ഒരിക്കൽ നാമക്കൽ പട്ടണത്തിനടുത്ത് ഒരു സമ്മേളനത്തിൽ സംസാരിച്ച ശേഷം പെരിയാർ തന്റെ സ്വദേശമായ ഈറോഡിലേക്ക് പോകും വഴി ഒരു പുഴയോരത്ത് മുഖം കഴുകി വിശ്രമിക്കാൻ ഇറങ്ങി. 1-2 പേർ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. പുഴയിലിറങ്ങി കൈയും കാലും ഒക്കെ കഴുകി ഇങ്ങനെ നോക്കുമ്പോൾ മണപ്പുറത്ത്, അതായത് ആ പുഴയുടെ മണപ്പുറത്ത് എന്തോ ഒരു പൂജ നടക്കും. കുറച്ചുപേർ കർമ്മം ചെയ്യുകയാണ്. കർമ്മം ചെയ്യുന്നവർ ഈ വെള്ളം ഇങ്ങനെ കൈക്കുമ്പിളിൽ നിറച്ച് ദൂരേക്ക് ഇങ്ങനെ എറിയുന്നു. പൂജാരിമാർ മാറി നിന്ന് നിർദ്ദേശം നൽകുന്നു. പെരിയാർ പ്രദേശവാസിയായ ഒരാളോട് കാര്യം തിരക്കി. ഇവിടെ എന്താ? അത് പരലോകത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് വെള്ളം പകർന്നു നൽകുകയാണ് ബന്ധുക്കൾ. ഓ അപ്പടിയാ, ഇതും പറഞ്ഞ് വെള്ളത്തിൽ പെരിയാർ തിരിഞ്ഞു നിന്നു. കുനിഞ്ഞ് 2 കൈയും കൊണ്ട് വെള്ളം തേകി ഇങ്ങനെ കരയിലേക്ക് പായിച്ചുകൊണ്ടേയിരുന്നു. അതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. പെരിയാറിനൊപ്പം വന്നവർ അപ്പോഴേക്കും അത് ശ്രദ്ധിച്ചു. എന്താ സംഭവം എന്ന് ആംഗ്യത്തിലൂടെ തിരക്കി. നിങ്ങളും കൂടെ കുടിക്കൂ എന്ന് ആംഗ്യത്തിലൂടെ തന്നെ പെരിയാർ മറുപടിയും നൽകി. നേരത്തെ അവിടെ നിന്ന് നാട്ടുകാരൻ ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അദ്ദേഹം ചോദിച്ചു. പെരിയാർ തന്റെ പ്രവൃത്തി നിർത്താതെ തന്നെ, അതായത് ഈ വെള്ളം തേകി ഇങ്ങനെ 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 വീഴ്ചകൊണ്ടേയിരുന്നു. ഉങ്ക ഊര് ആറ്റിലിരുന്ന് എങ്ക ഊര് ഈറോഡിലേക്ക് തണ്ണി പായിച്ചിട്ടിருக்கு. അതായത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് എൻ്റെ നാടായ ഈറോഡിലേക്ക് ഇങ്ങനെ വെള്ളം ഞാൻ ഇങ്ങനെ ഒഴുക്കി വിടുകയാണ്. അപ്പൊ അയാൾ ചോദിക്കുകയാണ്, ഈറോഡെങ്കെ ഇന്ത ഊരെങ്കെ എന്നെ തമാശയാ പണ്ടേ? നാട്ടുകാരൻ ചോദിക്കുക. ഏതാണ്ട് 65 കിലോമീറ്റർ ദൂരമുണ്ട് 2 സ്ഥലങ്ങളും തമ്മിൽ. അപ്പോഴും പെരിയാർ തന്റെ വെള്ളം പായിക്കൽ നിർത്തിയില്ല, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇവരീ കാണിക്കുന്ന പരിപാടിയിലൂടെ വെള്ളം അങ്ങ് പരലോകത്തെത്തുമെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ വെറും 65 കിലോമീറ്റർ ദൂരത്തേക്ക് വെള്ളം എത്തിക്കാൻ എനിക്കും കഴിയും. കൂട്ടിന് ദാ എൻ്റെ കൂടെ വന്നവരുമുണ്ട്. അപ്പോഴാണ് ഈ പെരിയാറുടെ പരിഹാസം കൂടെ ഉള്ളവർക്ക് പോലും പിടിക്കുക. ആചാരങ്ങളെയും ദുരാചാരങ്ങളെയും ആരുടെയും മുന്നിൽ നിന്ന് പച്ചയ്ക്കെതിർക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ്. നിന്ന നിൽപ്പിൽ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കാൻ വ്യക്തമായ ധാരണയുള്ളയാൾ. ദ്രാവിഡ കഴകത്തിന്റെ അധ്യക്ഷൻ തമിഴകം മുഴുവനും യാത്ര ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിക്കും. പ്രസംഗങ്ങളിലൂടെ അനാചാരങ്ങളെ എതിർക്കും. ദൈവമില്ല എന്ന പ്രചാരണം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. ദ്രാവണ മേധാവിത്വം തുടച്ചു നീക്കി ദ്രാവിഡ നാട് സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം.